2 ദിവസത്തെ സന്ദർശനത്തിനായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇറാൻ വിഷയങ്ങളും തായ്വാൻ യു.എസ്. ആയുധം നൽകുന്നത് സംബന്ധിച്ച താരിഫ് വിഷയങ്ങളിലും ചർച്ചയിൽ നിർണായകമാകും. 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലെത്തുന്നത്. ചൈനയിലേക്ക് പുറപ്പെടും മുമ്പ് നിർണായക പ്രഖ്യാപനവും ട്രംപ് നടത്തിയിരുന്നു. ഇറാൻ വിഷയത്തിൽ ചൈനയുടെ പിന്തുണ അനിവാര്യമല്ല എന്ന നിലപാടാണ് ട്രംപ് പ്രകടിപ്പിച്ചത്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇറാനെതിരെ വന്ന പ്രമേയം ചൈനയും റഷ്യയും ചേർന്ന് നേരത്തെ വീറ്റോ ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ച വേളയിൽ തുടർന്നും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ടാകുന്ന സമാന പ്രമേയങ്ങളെ വീറ്റോ ചെയ്യരുതെന്ന് ചൈനയോട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ചൈനീസ് പ്രസിഡന്റുമായി നടക്കുന്ന ട്രംപിന്റെ കൂടിക്കാഴ്ച ഇറാൻ സാഹചര്യം നിർണായക വിഷയമായി പരിണമിക്കും. താരിഫ് ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചതിനെ തുടർന്ന് ചൈനയ്ക്കെതിരെ ചുമത്തിയ താരിഫിൽ വൻതോതിൽ കുറവ് വരുത്തിയിരുന്നു. താരിഫ് വിഷയങ്ങൾ സംബന്ധിച്ചും സന്ദർശനത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. തായ്വാനെ ആയുധം വിൽപ്പന നടത്തുന്ന അമേരിക്കൻ നിലപാടിനെതിരെ ചൈന കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. സന്ദർശനത്തിനു മുമ്പ് ഇക്കാര്യത്തിൽ ന്യായമായ തീരുമാനം ഉണ്ടാകണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ നടക്കേണ്ടിയിരുന്ന സന്ദർശനം ഇറാൻ സംഘർഷത്തെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.